മൃതശരീരങ്ങൾ അടിഞ്ഞുകൂടിയ പോത്തുകല്ലിൽ പരിശോധനയ്ക്കായി ഇപ്പോൾ ഹെലികോപ്റ്ററുകൾ പറക്കുകയാണ്. അരീക്കോട് നിന്ന് പറന്നുയർന്ന കോപ്റ്ററുകൾ പോത്തുകല്ല് മുതൽ കടൽ തീരം വരെ പരിശോധന നടത്തുകയാണ്. ചിപ്സൺ ഏവിയേഷന്റെ കോപ്റ്ററുകളാണ് ആകാശ പരിശോധന നടത്തുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ടീച്ചറെ ഡോർ തുറന്നു നോക്കണ്ട്. ഹലോ നിലമ്പൂർ ചുങ്കത്തറ ഭാഗത്താണ് ഇപ്പോൾ വ്യാപകമായി ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ, അതായത് ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തുകയാണ്. ചാലിയാർ പുഴ തീരത്തൊക്കെ വലിയ രീതിയിൽ വ്യാപകമായ തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CK വിജയൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, അക്ഷരാർത്ഥത്തിൽ ഒരു കണ്ണീർ പുഴയായി ഈ ചാലിയാർ മാറിയിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിൽ, പല കടവുകളിലും മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ സ്പെസിഫിക് സ്പോട്ടുകളിലാണ് പരിശോധന നടക്കുന്നത്? ആര്യ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വിമാനം കോസ്റ്റ് ഗാർഡിൻ്റെ, ഈ കാണുന്ന ഹെലികോപ്റ്റർ കോസ്റ്റ് ഗാർഡിൻ്റെതാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണിത്. പക്ഷേ ഈ ആകാശ ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്ന ചിപ്സൺ എയർവേസിൻ്റെയും മറ്റും ഹെലികോപ്റ്ററുകളാണ്. ഈ ഹെലികോപ്റ്ററുകൾ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന പോത്തുകല്ല് ഈ പുഴയുടെ, നമ്മൾ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഏതാണ്ട് 172 മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഈ പ്രദേശത്ത് പുഴയ്ക്ക് ഒപ്പം ചേർന്ന് പരമാവധി താഴ്ന്ന് പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരീക്കോട് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിന്നാണ് അല്പസമയം മുമ്പ് ചിപ്സൺ ഏവിയേഷൻ്റെ ഹെലികോപ്റ്ററുകൾ ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുള്ളത്. ഈ പരിശോധനയുടെ ലക്ഷ്യം എന്നുള്ളത് ഏതെങ്കിലും പ്രദേശത്ത് ഈ മണ്ണുകൾ കൂനകൾ ഉണ്ടാവുക, മരങ്ങളും മറ്റും വന്ന് അടിഞ്ഞിട്ടുണ്ടാവുക, അത്തരം കേന്ദ്രങ്ങളെ കുറിച്ച് കൃത്യമായി പോലീസിനും മറ്റും വിവരങ്ങൾ കൊടുക്കുക, അവിടെ പ്രത്യേകിച്ച് പിൻ പോയിന്റ് ചെയ്ത് വിശദമായ പരിശോധനകൾ നടത്തുക, മൃതദേഹങ്ങൾ മറ്റും അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉള്ള പരിശോധനകളാണ് നടത്തുന്നത്. ഇന്നലെയാണ് അപ്രതീക്ഷിതമായി ഈ ചുങ്കത്തറ പോലുള്ള പ്രദേശത്ത്, സ്വാഭാവികമായും അത്തരം സ്ഥലങ്ങളിൽ മൃതദേഹം വന്ന് അടിയാൻ സാധ്യത ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ അവിടെ കൂടി മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇത്തരം പരിശോധനകൾ വേണം, അതുകൊണ്ട് ഒരു ആകാശ പരിശോധന വേണം എന്നൊരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ ഭാഗമായി ആദ്യഘട്ട പരിശോധനകൾ നടത്തുകയും ചെയ്തു. അത് കോസ്റ്റ് ഗാർഡ് നടത്തിയിട്ടുണ്ട്, ഈ ചിപ്സൺ ഏവിയേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ നടത്തിയ ഈ പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ്. ഇന്ന് രാവിലെ ഈ അല്പസമയം മുൻപ് അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പരിശോധന എന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങൾ പ്രത്യേകിച്ച് കണ്ടെത്താൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം ഉള്ള പരിശോധനയാണ്. അത് ഈ പോത്തുകല്ല് മുതൽ മഞ്ചേരി ഭാഗങ്ങളിലേക്ക് വരുന്ന തീരദേശം വരെയുള്ള ഈ പ്രദേശങ്ങൾ ആകെ തന്നെ കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു പഴുതടച്ച അല്ലെങ്കിൽ ഏതെല്ലാം സാധ്യമാകുന്ന എല്ലാ രീതിയിലും പരിശോധനകൾ നടത്തുക എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. ആദ്യം ആൾക്കാർ ചേർന്ന് പരിശോധനകൾ നടത്തി, പിന്നീട് NDRFും ബോട്ടും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തി. അതിനുശേഷം ഇതാ ഇപ്പോൾ ഈ എയർവേയിൽ വഴി ആകാശത്തോടു കൂടിയുള്ള പരിശോധനകളും ഇപ്പോൾ നടത്തുകയാണ്. അതിനുവേണ്ടിയുള്ള കോപ്റ്ററാണ് അല്പസമയം മുൻപ് ഈ പറയുന്ന അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്നും 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കോപ്റ്ററിനകത്ത് സഞ്ചരിക്കും. അവർ പ്രത്യേക പ്രദേശങ്ങളെല്ലാം തന്നെ കണ്ടെത്തുകയും അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ശേഖരിക്കുകയും ചെയ്യും. അത് പോലീസിന് അയച്ചു കൊടുക്കും. പോലീസ് പിന്നീട് വാഹനങ്ങളിലും ബോട്ടുകളിലും മറ്റുമായി ആ പ്രദേശത്ത് പ്രത്യേക പരിശോധനകൾ നടത്തും. ഇങ്ങനെ ഒരേ സമയത്ത് തന്നെ പല രീതികളിലുള്ള പരിശോധനകളാണ് ആര്യ ഇപ്പോൾ ഈ പ്രദേശത്ത് നടത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കണ്ടതാണ്.
ആണ് ഈ പോത്തുകല്ലിൽ ഒരു മൃതദേഹം കിട്ടിയാൽ പോലും അത് ചുമന്ന് 6-7 കിലോമീറ്റർ ചുമടായി ചുമന്നു കൊണ്ടുവരേണ്ട സാഹചര്യം. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഹെലികോപ്റ്ററുകളും മറ്റും കൊണ്ടുപോയി എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്. CK വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഈ രീതിയിൽ ചാലിയാറിന്റെ തീരത്ത് മുഴുവൻ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. CK അങ്ങനെ പറയുമ്പോഴും ഈ അപകടമുണ്ടായ ചൂരൽമലയിൽ നിന്ന് ഈ പറയുന്ന ഭാഗത്തേക്കൊക്കെ കിലോമീറ്ററുകളോളം ദൂരമുണ്ട്. അത്രയും കിലോമീറ്ററുകളൊക്കെ മൃതദേഹങ്ങൾ ഒഴുകി വന്നു എന്ന് പറയുമ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും തീവ്രതയും അത് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അത്രയധികം വിസ്തൃതിയും വീതിയും നീളവുമുള്ള ഒരു ചാലിയാർ, അതിൻ്റെ തീരത്ത് ഏതൊക്കെ മേഖലകളിൽ പരിശോധന നടത്തും, എവിടെയൊക്കെ തെരച്ചിൽ നടത്തുമെന്ന വലിയ ഒരു സംശയമുണ്ട്. അപ്പോൾ ഇത് വളരെ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ് ഈ ചാലിയാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കോസ്റ്റ് ഗാർഡ് നടത്തുന്നത്. തീർച്ചയായും അതെ. ഇത് ദുഷ്കരമാണ് അല്ലെങ്കിൽ മനുഷ്യസാധ്യമാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം 4-5 ആൾക്കാർ ചേർന്ന് തുടങ്ങിയ പരിശോധന 300-400 പേർ വരുന്ന പരിശോധനാ സംഘങ്ങളായി, പരിശോധനാ കൂട്ടമായി മാറിയത്. അതുപോലെ തന്നെ ഈ ചാലിയാറിൻ്റെ മറുഭാഗത്ത് ആദിവാസി മേഖലകളിൽ ആദിവാസികൾ ചേർന്ന് നടത്തുന്ന പരിശോധനകൾ, അങ്ങനെ ഇന്ന് ആൾക്കാർ എന്നോ ഇന്ന വിഭാഗമെന്നോ ഇന്ന സംഘടനയെന്നോ ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ഒരു വേർതിരിവുകളുമില്ല. ആരോഗ്യമുള്ളവരെന്നോ ആരോഗ്യമില്ലാത്തവർ എന്ന് പോലുമില്ല. അത്തരത്തിൽ നടക്കാൻ കഴിയാവുന്ന ആൾക്കാർ മുഴുവൻ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നടന്ന് പരിശോധിക്കും. ആര്യ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ എങ്ങനെ ഈ പോത്തുകല്ല് ഭാഗത്ത് മൃതദേഹം എത്തി എന്നുള്ളത് വലിയ ആശ്ചര്യമായിരുന്നു ആദ്യഘട്ടത്തിൽ. കാരണം അവിടെ ഉണ്ടായിരുന്ന ആദിവാസികൾ ഇത്തരത്തിൽ മൃതദേഹം പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടെത്തുകയും അത് അവർക്ക് കഴിയാവുന്ന രീതിയിലുള്ളവ തടഞ്ഞു വെക്കുകയും പോലീസിനെയും മറ്റും അറിയിക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നും ആൾക്കാരും മറ്റും എല്ലാം തന്നെ ഒഴുകി ഈ ചാലിയാറിലൂടെ ഈ കടലിൻ്റെ ഭാഗത്തേക്ക് വരെ എത്തിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അത്തരത്തിൽ രാത്രി 1:30 ഉണ്ടായ ഈ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഏതാണ്ട് 3 മണി 4 മണി ആകുമ്പോഴേക്കുമാണ് ആദിവാസികൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അപ്പോഴാണ് ഈ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും എല്ലാം തന്നെ ആൾക്കാർക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഈ മേഖലകളിൽ ഇന്നലെയും ഇന്ന് രാവിലെയും അടക്കം മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എയർവേസ് ഉപയോഗിച്ചുകൊണ്ട്, കോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രൈവറ്റ് കോപ്റ്ററുകളും അതുപോലെ തന്നെ നേവിയും അത് കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനുവേണ്ടി കൂട്ടിയോജിപ്പിക്കുകയും അവിടെ വെച്ച് ഈ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് പ്രത്യേകിച്ച് ഈ പറയുന്ന മുണ്ടേരി ഭാഗത്തു നിന്നും താഴോട്ടുള്ള പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ ചുങ്കത്തറ പോലുള്ള ആ ഭാഗത്തേക്കാണ് കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കോസ്റ്റ് ഗാർഡിന്റെ പരിശോധന ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്താൽ പിന്നീട് അത് താഴെയുള്ള രക്ഷാദൗത്യ സംഘത്തെ അറിയിക്കും. അതനുസരിച്ച് ആ സ്പോട്ടിൽ പരിശോധന നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.